ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് കിളിമീൻ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. കിളിമീൻ, ചുവന്നുട്ടൻ അല്ലെങ്കിൽ പുയ്യാപ്ലക്കോര, അങ്ങനെ കുറേ പേരുണ്ട് ഇതിന്. അപ്പോൾ അത് 1 കിലോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തിരി വറക്കാനുള്ള പരിപാടിയിലാണ്. ആദ്യം വയ്ക്കാൻ രണ്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വയ്ക്കാനാണെങ്കിൽ ഇതേ തേങ്ങ 1.5 കപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഓരോ സ്പൂൺ വെച്ചിട്ട്, പിന്നെ പച്ചമുളകുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, ഉപ്പുമുണ്ട്. ഇതെല്ലാം തേങ്ങ ആദ്യം നന്നായിട്ട് അരച്ചു, ബാക്കിയൊക്കെ വെറുതെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. തേങ്ങയും മല്ലിയും മുളകും അരച്ചു. പിന്നെ നമ്മളിത് വറക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഇന്നലെ മസാല തയ്യാറാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് പറഞ്ഞുതരാം. പിന്നെ മാങ്ങിയിട്ടിട്ടാണ് വെക്കണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന്, മാങ്ങ നമ്മുടെ മാങ്ങ തന്നെയാണ് കേട്ടോ, നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതാ വറുക്കാൻ ഞാനെല്ലാം പരട്ടിയൊക്കെ വെച്ചു. നല്ല അടിപൊളി. എനിക്ക് വറുത്താലാണ് കൂടുതലിഷ്ടം. ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതെ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പോൾ വറുത്ത മീനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഇത്തിരി ചാറ് വേണമല്ലോ എന്നിട്ട് മാങ്ങയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ്. അതിനൊക്കെ വഴക്കിട്ടിട്ട് കഴിക്കണം. എൻ്റെ വീട്ടിലെല്ലാവരും കൂടി, എൻ്റെ അമ്മയ്ക്ക് 6 മക്കളാണ്, 3 പെണ്ണും 3 ആണും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൂടുമ്പോൾ ഇടി പിടിയാണ്. എല്ലാ സാധനം, എന്ത് സാധനമാണെങ്കിലും അതെ, അപ്പം തന്നെ തീരും. അതൊരു കാലം. ഇപ്പം ആരുമില്ല. അനിയത്തിയന്മാർ വേറെ, ബ്രദർ വേറെ, അങ്ങനെയൊക്കെയാണ്. എല്ലാവരും കുന്നംകുളത്താണ് കേട്ടോ. കുന്നംകുളം, ഗുരുവായൂർ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇത്ര ദൂരെ, ആലുവ. വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പോവും. എൻ്റെ അമ്മയുടെ വീട്ടുകാരും ചെറിയമ്മമാരും എല്ലാം. ഞാൻ അങ്ങനെ കാണിച്ചത് എന്താണെന്ന്, ഞാൻ മിക്സി എങ്ങനെ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മിയിൽ വെച്ച് അരയ്ക്കണ്ടേ, അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ അരച്ചു വെച്ചു. അതാണ് അങ്ങനെ കാണിച്ചത്. അത് മാങ്ങിയിട്ടു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കലക്കിയെടുക്കാം. മീൻകറി ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് കഴിക്കാൻ നല്ല ഉഷാറാണല്ലേ. വെറും പച്ചക്കറി ആകുമ്പോൾ പച്ചക്കറി കൂട്ടുന്നവർക്ക് അത് തന്നെ, അല്ലാത്തവർക്ക് മീൻ കൂട്ടുന്നവർക്ക് ഇതേ ഒരു വറക്കാൻ വേണ്ടി വെച്ചത്, അതും കണ്ടില്ല, അടിയിൽ പെട്ടു ആശാൻ. അതുകൊണ്ട് ട്രെയിൻ പോകണൊക്കെ ശബ്ദം കേട്ടോ. അത് ഭയങ്കര ശല്യമായി. രാത്രി ഉറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു ആദ്യമൊക്കെ, ഇപ്പം ശീലമായി. അപ്പോൾ അത് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാം കലക്കി വെച്ചു. മാങ്ങിയിട്ടായിരുന്നു, ഞാൻ കുടംപുളി ഇടുന്നില്ല. അങ്ങനെ വയ്ക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പിലേക്ക് വയ്ക്കാം. ഇതാ അടുപ്പിൽ വെച്ചു, കത്തിച്ചു. അതിന് ശേഷം ഇതാ മീൻ തിളച്ച് റെഡിയായി. കറിവേപ്പില ഇട്ടു, അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകറി തയ്യാർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്കും കമൻറ്റും എനിക്ക് തരുന്നില്ലല്ലോ ആരും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഇത് കാണാമല്ലോ, അത്രയെങ്കിലും ചെയ്യൂ. അപ്പോൾ അങ്ങനെ അടിപൊളി മീൻകറി. ഇത് ഉച്ചയ്ക്ക് ഈ മീനിൻ്റെ ചാറ് കൂട്ടി കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. അതിൻ്റെ കഷ്ണത്തിനെക്കാട്ടും ടേസ്റ്റ് ആ ചാറ് അങ്ങോട്ട് കൂട്ടിയിട്ട് ഒരു കുഴങ്ങ് കുഴച്ചിട്ടിങ്ങനെ ഉരുട്ടി അങ്ങനെ കഴിക്കണം. എൻ്റെ അച്ഛൻ അങ്ങനെയാണ് കേട്ടോ. അച്ഛൻ വലിയ ഉരുളിയാക്കിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തരും വായൽ. അതിൽ കഷ്ണവും വെച്ചിട്ട് അച്ഛൻ ആദ്യം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വായൽ തരും. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛനൊന്നും ഇല്ല കേട്ടോ, അപ്പോൾ അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഇത് വറുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് വറുത്തെടുക്കാൻ. അതുകൂടി കഴിഞ്ഞ ഒരുവിധം. പിന്നെ പച്ചക്കറി ഉണ്ട്, പച്ചക്കറി ഒരു കറിയുണ്ട്. ഞാൻ വെറുതെ ഉരുളക്കിഴങ്ങും ചെറിയ ഉള്ളിയും കൂടി വേവിച്ചിട്ട് ഇത്തിരി കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ചൂടോട് കൂടി അത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഒരു കൂട്ടാനും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.